നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ചെവി വേദനയൊക്കെ ഒരുവിധം സൈഡാക്കിയിട്ട് നമ്മൾ ഡോക്ടറൊക്കെ കണ്ടിട്ട് നേരെ മൂന്നാർക്ക് വിട്ടു എന്നാണ്. അങ്ങനെ മൂന്നാർ എത്തി ഒരു കിടിലൻ സർപ്രൈസ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട് ക്രിസ്റ്റിയാണ് നമുക്ക് ഈ റിസോർട്ട് ബുക്ക് ചെയ്ത് തന്നേന്ന്. ഷോല ക്രൗൺ റിസോർട്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ആൾ ബുക്ക് ചെയ്യുക മാത്രമല്ല നല്ല കിടിലനായിട്ട് അവരോട് ഡെക്കറേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് എഴുതിയ ഒരു കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം ഈ ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണെങ്കിലും എത്ര നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമല്ലേ. നമ്മൾ വന്നതിൻ്റെ ഒരു ക്ഷീണം മാറ്റാനായിട്ട് കട്ടിലിൽ കിടക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ പൂക്കളൊക്കെ എടുത്ത് മാറ്റണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു കുഞ്ഞ് പണിയും കൂടിയായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരം എടുത്ത് ഞാനും സച്ചും കൂടെ ആ ബെഡിൽ നിന്ന് ഫ്ലവേഴ്സ് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ ഈ കേക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാളും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചു. ശരിക്കും ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഈ സമയത്ത് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫുഡ് വരാൻ ലേറ്റ് ആയെങ്കിൽ ഞങ്ങൾ ആ കേക്ക് അവിടെ ഇരുന്ന് തീർത്തേന് സത്യം പറഞ്ഞാൽ. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഈയിടെ ആയിട്ട് നമ്മുടെ വ്ളോഗിൽ ഫുഡ് വിട്ടൊരു കളിയില്ലല്ലേ. ഫുഡ് കാണിക്കാത്ത ഒരു വ്ളോഗ് പോലും ഇല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നമ്മൾ രണ്ടാളും നല്ല ഫുഡീസാണ്. ഞാനാണെങ്കിൽ കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ കഴിക്കുള്ളൂ. സച്ചു നന്നായി കഴിക്കും, പക്ഷെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. ആരും കുറേ ഫുഡൊക്കെ കഴിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും എല്ലാം ഒരു ബാലൻസിലാട്ടോ പോകുന്നത്.